ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ത്രൂ റിവിഷനിലെ 10ാമത് സെക്ഷനാണ്. 1, 2, 3 മോഡ്യൂൾസ് ആണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അടുത്ത മോഡ്യൂളിലേക്ക് പോവാണ്. മോഡ്യൂൾ 7, അതായത് നമ്മുടെ സിലബസ് പ്രകാരമുള്ള മോഡ്യൂൾ 7 സ്പെഷ്യൽ വെൽഡിംഗ് ടെക്നിക്സ് എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതിൽ നമുക്ക് ആദ്യമേ പഠിക്കേണ്ടതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ഇപ്പൊ എല്ലാവർക്കും അറിയാം സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്താണെന്നുള്ളത് അല്ലെ. അതായത് ഒരു ഇറ്റ്സ് എൻ ആർക്ക് വെൽഡിംഗ്. ഒബ്വിയസ്ലി നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആർക്ക് വെൽഡിംഗ് ആണ്. എല്ലാവരും ക്ലാസ് കണ്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മോൾട്ടൺ മെറ്റൽ എന്ന് പറയുന്നതാണ് ഹിഡൻ ആയിരിക്കും അല്ലെ. അതായത് ഒരു ബ്ലാങ്കറ്റ് ഓഫ് ഗ്രാനുലാർ ഫ്ലെക്സ് കൊണ്ട് നമ്മൾ ഇതിങ്ങനെ മൂടപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ, അതെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ. അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് ആദ്യം പോവാം. എന്താണ് ഇതെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണമല്ലോ. അത് കുറച്ചും കൂടി നല്ലൊരു വെൽബീഡ് കിട്ടുന്നത് എന്തിലാണ്? നമുക്ക് SIW-ലാണ്. ഓക്കെ, SIW എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം, ഇതിന്റെ വെൽബീഡ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇവിടെ നോക്കി, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വെൽഡ് ബീഡ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്മൂത്ത് വെൽഡ് ബീഡ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, മിനിമം ഹീറ്റ് അഫക്റ്റഡ് സോൺ ആയിരിക്കും. ക്ലിയർ? ഇവിടെ ഓർത്തിരിക്കുക, നമുക്കൊരു വെൽഡിംഗ് ഫ്ലെക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിങ്ങനെ പൊതഞ്ഞു കിടക്കുകയായിരിക്കും ഉണ്ടാവുക. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാവരും ഒന്ന് നമ്മുടെ മൈൻഡിൽ വെക്കുക. കാരണം ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ എന്തുണ്ടാവുക, ഫ്ലെക്സ് കോട്ടിങ് ഉണ്ടാവുക. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മളിതിന്റെ ഫ്ലെക്സ് ഉണ്ടാവുക. അപ്പൊ ഇതിനൊരു ഹോപ്പർ ഉണ്ടാവും, കാരണം ഈ ഫ്ലെക്സിനെ ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലൊരു ഹോപ്പർ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വെൽഡ് ഇങ്ങനെ പോവാണ് ചെയ്യുക. എല്ലാവർക്കും അറിയാലോ, ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പ്രോസസ്സുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഈ ഒരു രീതിയിൽ ഇതാണ് നമ്മുടെ ഹോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പറിൽ എന്തുണ്ടാവും, ഇങ്ങനെ തരിതരിയായിട്ടുള്ള ഫ്ലെക്സസ് ഉണ്ടാവും. അപ്പോൾ ഫ്ലെക്സസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ ഈ മെഷീനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ടൈപ്പാണ് നമ്മുടെ ഈ മിഗ്, ഒരു ടൈപ്പ് ഓഫ് മിഗ് പോലെ ഈ വയറോ ഉണ്ടാവുക, റീൽ വയറോ അല്ലെങ്കിൽ വയർ ടൈപ്പോ ഉണ്ടാവും. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ബേസിക് ഔട്ട്ലൈൻ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടല്ലോ അല്ലെ. ഒരു ബേസിക് ഔട്ട്ലൈൻ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടല്ലോ. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ റൈസ് എ ഹാൻഡ് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നേരെ പോവാം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1. Which of the following statement is correct about the principles of submerged arc welding അല്ലെങ്കിൽ SAW? The arc and molten metal are hidden by a blanket of granular flux on the workpiece. Submerged arc welding uses an arc between the bare metal electrode and the weld pool. The arc and the molten metal are exposed during the welding process. ആൻസർ ചെയ്യാം. 3 സ്റ്റേറ്റ്മെന്റ്സും 4 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ ക്വസ്റ്റ്യൻ വരാനുള്ള പ്രോബബിലിറ്റി ഉള്ള എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നന്നായിട്ട് വായിച്ച് മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ആർക്ക് ആൻഡ് ദ മോൾട്ടൺ മെറ്റൽ ആർ ഹിഡൻ ബൈ എ ബ്ലാങ്കറ്റ് ഓഫ് ഗ്രാനുലാർ ഫ്ലക്സ്. വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് യൂസസ് ആൻ ആർക്ക് ബിറ്റ്വീൻ ബെയർ മെറ്റൽ ഇലക്ട്രോഡ് ആൻഡ് ബൾബ് പുൾ. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ആർക്ക് ആൻഡ് മോൾട്ടൺ മെറ്റൽ ആർ എക്സ്പോസ്ഡ്. എക്സ്പോസ്ഡ് എന്ന് നമുക്ക് പുറമേക്ക് കാണാൻ പറ്റുന്ന അല്ലെ. അപ്പൊ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഹിഡൻ എന്നും ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ്പോസ്ഡ് എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ് ഈസ് ഹിഡൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ഓപ്ഷനിലേക്ക് പോവാം? 1, 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. അങ്ങനെ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ക്യാൻ ബി വെൽഡഡ് ബൈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്? കോപ്പർ ആൻഡ് അലൂമിനിയം, ഹൈ സ്ട്രെങ്ത് സ്റ്റീൽസ് ആൻഡ് കൊഞ്ചഡ് ആൻഡ് ടെമ്പേർഡ് സ്റ്റീൽ,
റൗട്ട് അയൺ ആൻഡ് ലോ കാർബൺ സ്റ്റീൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിൽ നമ്മൾ ബേസിക്കലി പഠിച്ചത് പ്രിൻസിപ്പിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ബേസിക് ഡെഫിനിഷൻ എന്താണെന്ന് അറിയിക്കണം. സബ്മെർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു വെൽഡിംഗ് പ്രോസസ് ആണ്. അതിൽ ആർക്ക് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ബെയർ മെറ്റൽ ഇലക്ട്രോഡ് ആൻഡ് വെൽഡ് പൂൾ ആണ്. പിന്നീട് നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം, ഇതിന്റെ ഷീൽഡിങ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഹിഡൻ ബൈ എ ബ്ലാങ്കറ്റ് ഓഫ് ഗ്രാനുലാർ ഫ്ലക്സ്. ആ ഒരു പോയിന്റ് മാത്രം നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. ഹിഡൻ ബൈ എ ബ്ലാങ്കറ്റ് ഓഫ് ഗ്രാനുലാർ ഫ്ലക്സ്, അത് ഓർത്തിരിക്കുക. പിന്നെ ഫ്ലക്സിന്റെ റോൾ എന്താണ്? ഫ്ലക്സ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എപ്പോഴും നമ്മളൊരു വെൽഡ് മെറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അതായത് ഫ്ലക്സ് പ്രൊട്ടക്ട് മോൾട്ടൺ വെൽഡ് മെറ്റൽ, അത് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ആർക്കിന്റെ സ്റ്റെബിലൈസേഷൻ കൃത്യമായിട്ട് നടക്കുള്ളൂ. അതാണ് ഫ്ലക്സിന്റെ റോൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അറിയേണ്ട ഏരിയ ആണ് ഒരു SIW വെച്ചിട്ട് ഏതൊക്കെ മെറ്റീരിയൽ വെൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെറ്റീരിയൽസ് വെൽഡബിൾ ബൈ SIW എന്ന് പറയുന്നത്. ഇപ്പോൾ വെൽഡബിൾ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്? റൗട്ട് അയൺ ഉണ്ട്, ലോ കാർബൺ സ്റ്റീൽ ഉണ്ട്, ലോ അലോയ് സ്റ്റീൽ ഉണ്ട്, ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉണ്ട്, കൊഞ്ചിൻ ആൻഡ് ടെമ്പേർഡ് സ്റ്റീൽ ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കോപ്പർ ആൻഡ് അലൂമിനിയം ഫസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. കോപ്പർ ആൻഡ് അലൂമിനിയം ആണ് ഫസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷൻ പഠിച്ച ഒരാൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാണ് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. കാരണം കോപ്പർ ആൻഡ് അലൂമിനിയം നമ്മൾ എന്ത് വെച്ച് ചെയ്യുന്നില്ല? SIW വെച്ച് ചെയ്യുന്നില്ല. ഓക്കെ, കോപ്പർ അലൂമിനിയം എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ എന്ത് വരും ആൻസർ? എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. AKP ആരാണെന്ന് എനിക്കറിയില്ല. റുമേസ, ഷിജു, ഷബിന, ശ്രീനാഥ്, ആൽബിൻ, ആദിത്യൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തെറ്റോ ശരിയോ അതൊരു മാറ്ററേ അല്ല നമുക്ക് ഇവിടെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി 2 and 3 ആണ് ഇവിടെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പറും കൂടെ ഇട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് എഡ്ജ് പ്രിപ്പറേഷൻ ഇൻ സബ്മെർജ്ഡ് ആർക്ക് വെൽഡിംഗ്? The vertical plate T-fillet joints is beveled by 45 degree if the thickness exceeds 16 mm. Plates with the thickness less than 16 mm in T-fillet joints are weldable flat. For plate thickness over 25 mm, a W or W edge preparation is done. എഡ്ജ് പ്രിപ്പറേഷൻ, അതായത് നമുക്ക് ഈ വെൽഡിങ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് എഡ്ജ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 25 mm ലെസ് ദാൻ 25 mm ഓവർ 25 mm ആണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ കയറി വരുന്ന ഏരിയ എന്ന് പറയുന്നത്. നോർമലി പ്ലേറ്റ് വെൽഡ് ചെയ്യുന്ന സമയത്ത് എന്തുവരും ഇവിടെ ആൻസർ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് 25 എന്ന് പറയുന്ന ഒരു വാല്യൂവിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇവിടെ 25 ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. 25 താഴെയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിംഗിൾ വിയോ സിംഗിൾ യുओ യൂസ് ചെയ്യാം. ഇനി ഓവർ 25 mm ആണെങ്കിൽ ഡബിൾ യു അല്ലെങ്കിൽ ഡബിൾ വി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 25ന്റെ മുകളിലേക്ക് പോകുമ്പോൾ ഡബിൾ വി ഓർ ഡബിൾ യു. ഓക്കെ, സെയിം ലൈക്ക് ഇവിടെ താഴേക്കാണെങ്കിൽ സിംഗിൾ വി അല്ലെങ്കിൽ സിംഗിൾ യു. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇനി പിന്നെ വരുന്നത് ടി ആൻഡ് ലാപ്പ് ജോയിന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ്. അവിടെ നമുക്ക് 16 mm മുകളിലോട്ടാണെങ്കിൽ വെർട്ടിക്കൽ പ്ലേറ്റ്സ് നമ്മൾ 40 ഡിഗ്രിയിൽ വിവൽ ചെയ്തിട്ടുണ്ടാവണം. അവിടെ റൂട്ട് ഗ്യാപ്പ് എത്ര കൊടുക്കുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ സഹായകമായേനെ. ആ ക്വസ്റ്റിന്റെ ആൻസർ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നന്നായി വായിച്ച ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ പ്ലേറ്റ്സ് വിത്ത് തിക്നെസ് ലെസ് ദാൻ 16 mm എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. ഞാൻ അതല്ല പറയുന്നത്. ഫോർ പ്ലേറ്റ്സ് ഓവർ 16 mm ആണെങ്കിൽ അവിടുത്തെ റൂട്ട് ഗ്യാപ്പ് എത്രയായിരിക്കും കൊടുക്കുക? ബിവിൽ ചെയ്യും 40 ഡിഗ്രി ബിവിൽ ചെയ്യുന്ന ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. അവിടുത്തെ റൂട്ട് ഗ്യാപ്പ് എത്രയായിരിക്കും? എനിബഡി ആദിത്യൻ അമ്പാടി വെരി ഗുഡ്. പ്രണവ് വെരി ഗുഡ്. പറഞ്ഞില്ലെങ്കിൽ വായിച്ചിട്ടില്ല എന്ന് ഞാൻ കണക്കാക്കും കേട്ടോ.
വിത്തൗട്ട് റൂട്ട് ഗ്യാപ്പ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ വായിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. വിത്തൗട്ട് റൂട്ട് ഗ്യാപ്പ് ആണ്, നോ ഗ്യാപ്പ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് 1.6 എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ വരുമ്പോഴേ നമുക്ക് ഈ 16 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ കണക്കിൽ കിടക്കും. പക്ഷേ SAW ആണെന്നാലും നമ്മളങ്ങ് മറന്നു പോകും. ബാക്കിയെല്ലാം നമ്മുടെ മൈൻഡിലുണ്ടാവും. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ത് വരും നമ്മുടെ ആൻസർ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് വരും ആൻസർ? ഈ ക്വസ്റ്റ്യൻ എന്ത് വരും ആൻസർ? 193. ഓക്കെ, ഇപ്പൊ പ്ലേറ്റ്സ് വിത്ത് തിക്നെസ് ലെസ് ദാൻ 16 mm ഇൻ ടി ഫിലറ്റ് ജോയിന്റ്സ് ആർ വെൽഡബിൾ ഫ്ലാറ്റ് എന്നുള്ളതല്ല. അവിടുത്തെ നമ്മൾ കൃത്യമായി പഠിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 16 mm ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആകെ ഓവറാണ് പഠിക്കുന്നത്. അപ്പോൾ പ്ലേറ്റ്സ് ഓവർ 16 mm കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലേറ്റ് 40 ഡിഗ്രി ബിൽഡ് ചെയ്യണം, വെൽഡബിൾ വിത്തൗട്ട് എ റൂട്ട് ഗ്യാപ്പ് ആയിരിക്കണം, പ്ലേറ്റ്സ് ലെസ് ദാൻ 16 mm വെൽഡബിൾ ഫ്ലാറ്റ് ആണ്. ഒരു മിനിറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം വിത്ത് റൂട്ട് ഗ്യാപ്പ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, പ്ലേറ്റ്സ് വിത്ത് ലെസ് ദാൻ 16 mm ഇൻ ടി ഫിലറ്റ് ജോയിന്റ്സ് ആണ് വെൽഡബിൾ ഫ്ലാറ്റ് തന്നെയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ഓക്കെ, ഒന്ന് തിരുത്തിക്കോളൂല്ലേ, ഓപ്ഷൻ ഇട്ട് മാറിപ്പോയതാണ്. ഞാൻ അവിടെ ക്വസ്റ്റ്യൻ ആദ്യം 16 mm കൂടെ 1.6 mm കൂടെ കൊടുത്തിരുന്നു. ക്ലിയർ? എനി ഡൗട്ട്സ്? എനി ഡൗട്ട്സ്? 3 സ്റ്റേറ്റ്മെന്റും 3 ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയും കൂടെ ഉണ്ട്. നമ്മൾ അങ്ങനെയും കൂടെ വെച്ച് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, ടി ആൻഡ് ലാബ് ജോയിന്റ്സിലാണ്. ടി ആൻഡ് ലാബ് ജോയിന്റ്സ്. അതായത് നമ്മൾ SAW ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ വെൽ പൊസിഷൻ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതെ, എഗ്രി. പക്ഷെ ഈ ഒരു പോയിന്റ് കൂടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, നോക്കാം. ഓക്കെ ആണല്ലോ? കാരണം നമ്മൾ ഇതിന്റെ ലിമിറ്റേഷൻസ് ഓഫ് SAW പഠിക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ വെൽ പൊസിഷൻ ഡിഫിക്കൽട്ട് ആണെന്ന് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ പറഞ്ഞത്? ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കോട്ടെ. നമ്മൾ റൈസ് ഹാൻഡ് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ. Which of the following statement is correct about the types of submerged arc welding? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. In semi-automatic SAW, arc length and flux feedings are automatic. Will the operator control speed of travel? Second statement, automatic SAW has automatic control over arc voltage, arc length, speed of travel and electrode feed. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് SAW allows manual control of all parameters. കാരണം നമുക്ക് പ്രധാനമായിട്ടും സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഓട്ടോമാറ്റിക് എന്നും രണ്ട് സെമി ഓട്ടോമാറ്റിക് എന്നും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. എന്തൊക്കെയാണ്? ആർക്ക് വോൾട്ടേജ്, ആർക്ക് ലെങ്ത്, സ്പീഡ് ഓഫ് ട്രാവൽ, അതുപോലെ തന്നെ ഇലക്ട്രോഡ് ഫീഡ് എത്രയാണ്. ഈ പറയുന്ന 4 കാര്യങ്ങളാണ് ഓട്ടോമാറ്റിക് SAW നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യുന്നത്. ഈ സെമി ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ ആർക്ക് ലെങ്ത്തും
ഫ്ലക്സിന്റെ ഫീഡിംഗ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് തന്നെയായിരിക്കും. പക്ഷേ സ്പീഡ് ഓഫ് ട്രാവൽ ആര് കൺട്രോൾ ചെയ്യും? നമ്മുടെ ഓപ്പറേറ്റർ ആയിരിക്കും കൺട്രോൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ് വരിക? 1ഉം 2ഉം ആണ് കൃത്യമായ ഓപ്ഷൻസ് ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? സെമി ഓട്ടോമാറ്റിക് സോ അലോസ് മാനുവൽ കൺട്രോൾ ഓഫ് ഓൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് തെറ്റല്ലേ? കാരണം അവിടെ ആർക്ക് ലെങ്ത്തും ഫ്ലെക്സ് ഫീഡിങ്ങും ഓട്ടോമാറ്റിക് അല്ലേ? ക്ലിയർ? നല്ല രീതിയിൽ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? റൊമേസ, ശ്രീനാഥ്, ഓക്കെ, എനി ഡൗട്ട്സ്? അഖിലേഷ്, okay, fine. Next question. Which of the following feature are advantage of submerged arc welding? Welds both ferrous and certain non-ferrous metals. The arc is hidden under a blanket of granular flux. High quality welds with deep penetration. എന്ത് വരും? Only 2, only 3, 1 and 3, 2 and 3. 5. Data. Two and 3 ആണ്. ഓക്കെ, അതായത് സെർട്ടൻ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാലും പിന്നെ വേറെ കുറേ കണ്ടീഷൻസ് ഒക്കെ വരണം. ഇപ്പോൾ ആർക്ക് ഈസ് ഹിഡൻ അണ്ടർ ബ്ലാങ്കറ്റ് ഓഫ് ഗ്രാനുലർ ഫ്ലക്സ് കറക്റ്റ് ആണ്. ഹൈ ക്വാളിറ്റി വെൽസ് വിത്ത് ഡീപ്പ് പെനിട്രേഷൻ കറക്റ്റ് ആണ്. ഓക്കെ, which of the following statement is correct regarding the fluxes used in submerged arc welding? ഓർത്ത് മാത്രം ആൻസർ ചെയ്യാം. ഫ്ലക്സസിന് SW ആണ്. ഗ്രാനുവൽസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് കണ്ടക്റ്റീവ് ആണോ നോൺ കണ്ടക്റ്റീവ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. കണ്ടക്റ്റീവ് ആണോ നോൺ കണ്ടക്റ്റീവ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവസാനം സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓപ്ഷൻ വന്നപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഓപ്ഷൻ ഒന്ന് മാറിപ്പോയതാണ്. ഓക്കെ, ആണോ? ഓൾ കറക്റ്റ് ആണോ? ഒന്ന് ആലോചിച്ചേ. ഫ്ലക്സസ് ആർ ഗ്രാനുലേറ്റഡ് ഫ്യൂസിബിൾ മിനറൽ മെറ്റീരിയൽസ് കറക്റ്റ് ആണോ അല്ലയോ? Fluxes are granulated fusible mineral materials. Correct ആണോ? Yes.
they are designated to produce large amount of gas during welding. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അല്ലേ? അതായത് ഇതിനുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്രാനുലേറ്റഡ് ഫ്യൂസൽ മെറ്റീരിയലാണ്. പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഡ്യൂറിങ് വെൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലക്സിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നതുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? They are designed to produce large amount of gas during welding. Oh, sorry. ഓക്കെ, പിന്നെന്താ വരുന്നത്? നോൺ കണ്ടക്റ്റീവ് ആണ്, കണ്ടക്റ്റീവ് ആണ്. നോൺ കണ്ടക്റ്റീവ് ആണ്, കണ്ടക്റ്റീവ് ആണ്. നോൺ കണ്ടക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? കണ്ടക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? നമ്മുടെ ഫ്ലക്സസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നോൺ കണ്ടക്റ്റീവ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ കണ്ടക്റ്റീവ് ആയിരിക്കും. എപ്പോഴാണ് നോൺ കണ്ടക്റ്റീവ് ആവുക, എപ്പോഴാണ് കണ്ടക്റ്റീവ് ആവുക? മോൾട്ടൺ കണ്ടക്റ്റീവ്, ദെൻ ഗ്രാനുലാർ സ്റ്റേജിലോ? അങ്ങനെ തന്നെ ഒന്ന് ഓർത്തിരിക്കുന്ന ഒരു പോയിന്റാണ് കേട്ടോ, ബിഹേവിയർ ഓർത്തിരിക്കണം. അതായത് നോൺ കണ്ടക്റ്റീവ് വെൻ കൂൾ ബട്ട് ഹൈലി കണ്ടക്റ്റീവ് വെൻ മോൾട്ടൺ. ഓക്കെ, അത് അപ്പോൾ മാത്രമാണ് നമുക്കൊരു ഹൈ കറണ്ട് ഫ്ലോ നമുക്ക് അവിടെ കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നോൺ കണ്ടക്റ്റീവ് വെൻ കൂളും ഹൈലി കണ്ടക്റ്റീവ് വെൻ മോൾട്ടണും. അതുപോലെ തന്നെ മെറ്റീരിയലിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്, ഒന്ന് ഒരു ഗ്രാനുലേറ്റഡ് ഫ്യൂസൽ മെറ്റീരിയൽ ആയിരിക്കണം, പിന്നെ ഫ്രീ ഫ്രം സബ്സ്റ്റൻസസ് ദാറ്റ് പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഡ്യൂറിങ് വെൽഡിംഗ് ആയിരിക്കണം. ഓക്കെ, ഫ്രീ ഫ്രം സബ്സ്റ്റൻസസ് ദാറ്റ് പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഡ്യൂറിങ് വെൽഡിംഗ്. ഓക്കെ, അതായത് വെൽഡിങ്ങിന്റെ സമയത്ത് ഒരുപാട് ഗ്യാസ് ഉണ്ടാവുന്ന സബ്സ്റ്റൻസസ് എന്തിൽ ഉണ്ടാവരുത്? ഈ ഗ്രാനുലേറ്റഡ് ഫ്യൂസൽ മെറ്റീരിയലിൽ, മിനറൽ മെറ്റീരിയലിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഓക്കെ, ഫൈൻ. ക്ലിയർ? ക്ലിയർ ആയോ? ഋതംബരം യോഗാലയം, ശരിക്കും ഒറിജിനൽ പേര് എന്തായിരുന്നു? ഋതംബരം. ലുലാലാണല്ലേ? ഓക്കെ, ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Number 7. Which of the following statement is correct about the electrodes in submerged arc welding? Which of the following statement is correct about electrodes in submerged arc welding? Bare or lightly copper coated rods are used. Electrodes are available only in reel form. Standard diameters of electrodes ranges from 2 to 8 mm. Answer yeah. ഇലക്ട്രോൺസിന് നമുക്ക് മൂന്ന് കാര്യം അറിഞ്ഞാൽ മതി. ഒന്ന് ടൈപ്പ് അറിഞ്ഞിരിക്കണം, രണ്ട് എന്ത് ഫോമാണെന്ന് അറിയിക്കണം, മൂന്ന് ഇതിന്റെ ഡയമെൻഷൻ എന്താണെന്ന് അറിയിക്കണം. മൂന്ന് കാര്യങ്ങളാണ് ഇലക്ട്രോൺസിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ടൈപ്പ് എന്താണ് ഇതിന്റെ ടൈപ്പ്. ഓക്കെ, മൂന്ന് കാര്യം അങ്ങനെ തന്നെ പഠിക്കാം. ഒന്ന് നമുക്ക് ഇതിന്റെ ടൈപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഫോംസ്, ഏതൊക്കെ ഫോംസിൽ ഇത് അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരിക്കണം. മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഡയമെൻഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡയമെൻഷൻസ്. ഇപ്പൊ ടൈപ്പ്, ഫോംസ്, ഡയമെൻഷൻസ്. ടൈപ്പ് ഏതാണ്? ബെയർ ഓർ ലൈറ്റ്ലി കോപ്പർ കോട്ടഡ് റോഡ്സ് ഓർ വയർ. ഓക്കെ ആണല്ലേ? ഫോംസ് ഏതൊക്കെ ഫോംസ് ഏതൊക്കെ ഫോംസ് അവൈലബിൾ ആണ്?
ഏതൊക്കെ ഫോംസ് അവൈലബിൾ ആണ്? എനിബഡി? ഏതൊക്കെ ഫോംസ് അവൈലബിൾ ആണ്? കോയിൽ ഓർ റീൽ ഫോംസിൽ അവൈലബിൾ ആണ് അല്ലേ? കോയിൽ ബാർ റീൽ ഫോംസിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോഡ്സ് ആർ അവൈലബിൾ ഓൺലി ഇൻ റീൽ ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അപ്പോൾ ഒന്നാമത്തെ കറക്റ്റ് ആണ്. ഓക്കെ, ടൈപ്പ് കറക്റ്റ് ആണ്. ഫോംസ് പറഞ്ഞിരിക്കുമ്പോഴോ തെറ്റ് വന്നു. ഫോംസ് 2 ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റാൻഡേർഡ് ഡയമീറ്റേഴ്സ് ഓഫ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2 to 8 mm ആണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ? ക്ലിയർ? Next question. Which of the following statement is correct about the arc starting procedure in submerged arc welding? Okay. Starting. കാരണം ആർക്ക് സ്റ്റാർട്ടിങ്ങിന് SAW എന്ന് പറയുന്നത് ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ചലഞ്ചായിട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഫ്ലെക്സിന്റെ കവർ ഉള്ളതുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനെ ഓവർകം ചെയ്യുന്നത് നമ്മളൊരു വൂൾ ഓഫ് അയൺ പൗഡർ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തിട്ട് ഒരു ആർക്ക് ഇനീസിയേഷന് വേണ്ടിയിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചെയ്യുക. ഓക്കെ, ബട്ട് ഇതൊരു ആർക്ക് സ്റ്റാർട്ടിങ് ഒരു ഡിഫിക്കൽട്ട് തന്നെയാണ് ബിക്കോസ് ഓഫ് ദിസ് ഫ്ലെക്സ് കവർ. ഓക്കെ ആണല്ലോ? എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ്? ഓക്കെ, ഇതൊരു 3 കറക്റ്റ് അല്ലേ? 3 കറക്റ്റ് അല്ലേ? ആക്ച്വലി ആർക്ക് സ്റ്റാർട്ടിങ് ചലഞ്ച് ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ടെക്നിക്ക് അല്ലെങ്കിൽ സ്റ്റീൽ വൂളോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓവർകം ചെയ്യാം. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, ആ മെത്തേഡിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് ഇലക്ട്രോൺ മൊമെന്ററിയർലി കോണ്ടാക്ട് വർക്ക് പീസ് ആൻഡ് ഇറ്റ്സ് വിഡ്രോൺ സ്ലൈറ്റ്ലി എന്നാണ് പഠിക്കുന്നത്. അതായത് ആദ്യം തുടക്കത്തിൽ ഇത് കോണ്ടാക്റ്റിൽ വേണമെന്നും പിന്നെ നമുക്ക് ഒരു സ്ലൈറ്റ്ലി വിഡ്രോൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ക്ലിയർ? ക്ലിയർ? So the option D will be the right answer. Okay. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ടത് ആർക്ക് സ്റ്റാർട്ടിങ് SAW പഠിക്കുന്ന സമയത്ത് അതിന്റെ ചലഞ്ചസിനെ കുറിച്ച് നമ്മൾ മച്ച് അവെയർ ആയിരിക്കണം. കാരണം ആർക്ക് സ്റ്റാർട്ടിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. എന്തുകൊണ്ടാണ് ഡിഫിക്കൽട്ട് ആവുന്നത്? ആ ഫ്ലെക്സിന്റെ കവറിങ് ഉള്ളതുകൊണ്ടാണ്. ബട്ട് ആ ഡിഫിക്കൽറ്റിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ബൈ യൂസ് എ സ്റ്റീൽ വൂൾ അല്ലെങ്കിൽ അയൺ പൗഡർ വെച്ചിട്ട്. അത് നമ്മുടെ ഒരു ആർക്ക് ഇനീസിയേഷനെ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുക. അത് അത്രയും ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ? Next one. Which of the following statement is correct about the advantage of submerged arc welding? High deposition rate and speed, minimal spatter and no arc flash, require extensive operator skill and intervention. നമുക്കറിയാം ഇത് 2 രീതിയിലാണ് അവൈലബിൾ. ഒന്ന് ഓട്ടോമാറ്റിക് ഉണ്ട്, ഒന്ന് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അല്ലേ? ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈവൻ സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും ഒരു പരിധിയിലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ആണ്. സോ അവിടെ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ലിന്റെ ആവശ്യം വരുമോ? ഒരു എക്സ്റ്റെൻസീവ് ഓപ്പറേറ്റർ സ്കില്ലിന്റെ ആവശ്യം ഇവിടെ നമുക്ക് വരുമോ? സപ്പോസ് ഇപ്പം നേരത്തെ ഈ ഒരു രീതിയിലായിരുന്നല്ലോ നമുക്കിത് ഉണ്ടായിരുന്നേ. അതുകൂടെ നോക്കാം, ഒന്ന് കാണിച്ചു തരാം.
ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ബേസിക് മെഷീൻ എന്ന് പറയുന്നത്. ഇത് വയർ ഫോമിലുണ്ട്. ഇവിടെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, കേട്ടോ, ഇലക്ട്രോഡ് അവിടെ ഉണ്ട്, വെൽഡിംഗ് ഗണ്ണാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ഹോപ്പർ എന്ന് പറയുന്നത് അല്ലെ, ഫ്ലക്സ് ഹോപ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗ്രാനുൾസ് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ വെൽഡിങ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വെൽഡ് നടക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോവുക ചെയ്യുന്നത് അല്ലെ, ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ വൺസ് ഇറ്റ് സ്റ്റാർട്ട്, ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ട്രാവൽ സ്പീഡ് മാത്രമേ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്റ്റെൻസീവ് സ്കില്ല്, നോർമലി വെൽഡർ ചെയ്യുന്ന ഒരു സ്കില്ല് നമുക്ക് ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? ക്ലിയർ? ഓക്കെ, ഇത് ഇപ്പോഴത്തെ മോഡേൺ മെഷീൻസിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, ഞാനത് ആഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ തൊട്ട് ബേക്കൽ ഇപ്പൊ ഇതിൽ തട്ടി തട്ടി കളയുന്നതാണ്, അതിന് പകരം ഒരു ഇജക്ടറും കൂടി ഉണ്ടാവും. അത് അപ്പം തന്നെ ഇങ്ങനെ സക്ക് ചെയ്ത് എടുക്കും. അപ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്, കാരണം തൊട്ട് പുറകെ തന്നെ നമ്മുടെ അടുത്ത ആളും കൂടെ വന്ന് അത് എന്ത് ചെയ്യും, ഇതിങ്ങനെ എന്താ പറയുക, ഒരു വാക്യൂം പോലെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ 1 and 2 will be the right answer. Option C is the right answer. ഓക്കെ, അപ്പോൾ സെമി അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ലെസ് ഓപ്പറേറ്റർ ഇന്റർവെൻഷൻ മതി. 10th question, which of the following is correct about the parts of submerged arc welding machine? Which of the following statement is correct about the parts of a submerged arc welding machine? എന്ത് വരും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വൺ ആൻഡ് ടു അല്ലേ? ഫ്ലക്സ് ഹോപ്പേഴ്സിന്റെ ഉദ്ദേശസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ഫ്ലക്സിനെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്, ഒരിക്കലും ഒരു പവർ ബാക്കപ്പ് അല്ല. സോ 1, 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൃത്യമായ ആൻസേഴ്സ് ആയിട്ട് വരിക. കാരണം നമുക്കറിയാം ഒരു SAW മെഷീൻ്റെ കീ പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് വയർ ഫീഡർ ആണ്. അതെന്ന് പറയുന്നത് ഇലക്ട്രോണ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്, വർക്ക് പീസിലേക്ക് ഇലക്ട്രോണ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് വയർ ഫീഡറിന്റെ ഉദ്ദേശം. ഫ്ലക്സ് ഹോപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലക്സിനെ ഫീഡ് ചെയ്യുന്നു. പവർ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോണിലേക്ക് സപ്ലൈ കൊടുക്കുന്നു. കൺട്രോൾ സിസ്റ്റം ആണ് വോൾട്ടേജ്, കറണ്ട്, വെൽഡിംഗ് സ്പീഡ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഓക്കെ, പിന്നെ അതിന്റെ മൂവ്മെന്റ് എപ്പോഴും ലോങ്ങിറ്റ്യൂണൽ മൂവ്മെന്റ് എല്ലാം നമുക്ക് സെയിം ആയിരിക്കും, അതൊരു നോർമൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, SAW എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് പഠിക്കേണ്ടത്. ആർക്കും അങ്ങനെ വലിയ തെറ്റുകളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ അടുത്ത സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ് ആയിരിക്കും പഠിക്കുക. അപ്പം ഇന്നത്തെ വലിയ മിസ്റ്റേക്സ് ഒന്നും ആർക്കും വന്നിട്ടൊന്നുമില്ലല്ലോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിൽ വലിയ മിസ്റ്റേക്സ് ഒന്നും കാര്യമായി വന്നിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പം നെക്സ്റ്റ് ലൈവ് സെക്ഷൻ ഡേ ആഫ്റ്റർ ടുമാറോ. അടുത്ത ടോപ്പിക്ക് ഞാനിപ്പോൾ തന്നെ മെസ്സേജ് ഇടാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഓഫ് കോഴ്സ് സ്റ്റേറ്റ്മെന്റ്സിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് വരാം. മീൻസ് ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്ത് ഇടുമ്പോഴേ എവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുമ്പോഴാണ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ തന്നെ അപ്പോൾ തന്നെ പറഞ്ഞ് നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാം കേട്ടോ. മേ ബി ആർക്കും മനുഷ്യ സഹജമായ മിസ്റ്റേക്സ് എനിക്കും വരാം, നിങ്ങൾക്കും വരാം, എല്ലാവർക്കും വരാം. എങ്കിലും മാക്സിമം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പോവുക. അതായത് റിവിഷനും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൺസെപ്റ്റും കൂടെ ക്ലിയർ ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ഓൾറെഡി ക്ലാസ് കണ്ടിട്ടാണ് വന്നിരിക്കുന്നെങ്കിൽ പോലും ഒന്നും കൂടെ മാക്സിമം പോയിന്റ്സ് നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ നല്ല പോകുന്നത്.
എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യുക. ലൈവ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു നമുക്കൊരു പവർ കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം ഇതേ ക്ലാസ് നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യാതെ റെക്കോർഡ് കാണുന്നു, ലൈവ് നമ്മളിങ്ങനെ സംസാരിക്കും തമ്മിൽ ഒരു വളരെ വളരെ വ്യത്യാസമാണ്. അത് അല്ലേ, ഞാൻ പറയുന്ന എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയണേ, എനിക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് റെക്കോർഡും ലൈവും തമ്മിലുള്ള. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ലൈവ് ക്ലാസ്സിന്റെ പ്രശ്നം, ഈ ലൈവ് റെക്കോർഡ് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. ലൈവിൽ ഇരിക്കുമ്പോഴേ ആ ഒരു ഫീല് കിട്ടുള്ളൂ, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.